കൈക്കല്ല തലക്കാ വെട്ടിയത്. അവിടെ കൈ ഇങ്ങനെ വെച്ചോണ്ട് ഇവിടെ വെട്ടുകയുണ്ട്. പിടിക്കുമെന്ന് അറിയാം. അപ്പൊ എനിക്കൊന്ന് തല്ലു കൊള്ളാതിരിക്കാൻ വേണ്ടി എന്തോ കാണിച്ചതാ, അല്ലാതെ അവൻ ചാവാനുള്ള ഉദ്ദേശിച്ച് ചെയ്തതൊന്നുമല്ല. കമ്പ് വെച്ച് അടിച്ച് ഇവിടെ അടിച്ച് തെള്ളി കട്ടിലേ ഇട്ടു. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. അടൂർ ഏനാത്ത് പുതുശ്ശേരി ഭാഗത്ത് ഹരീഷ് എന്ന യുവാവ് അയൽവാസിയായ സ്ത്രീയെ നിരന്തരമായി ശല്യപ്പെടുത്തുകയും അതിനുശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം സ്ത്രീയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയും സ്ത്രീയോട് മോശമായി പെരുമാറുകയും മാരക ആയുധം ഉപയോഗിച്ച് അവരെ ആക്രമിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യുവതിയുടെ വീട്ടുകാർ ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും പ്രതിയായ ഹരീഷിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് കഴിഞ്ഞ ദിവസം പിടികൂടിയ ഒരു സാഹചര്യമുണ്ടായി. പിടികൂടിയ പ്രതിക്ക് BP കുറഞ്ഞ കാരണത്താൽ അദ്ദേഹത്തെ അടൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരികെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം സെല്ലിനുള്ളിൽ ഛർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോഴാണ് അദ്ദേഹം വിഷം ഉള്ളിൽ ചെന്ന് അപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വിഷമുണ്ട് എന്ന കാര്യം. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു 3:30 ആയിക്കണം. അപ്പോൾ എൻ്റെ വൈഫ് ഒരു ഹെൽത്തിൻ്റെ ഒരു പരിപാടിയായിട്ട് പിന്നെ പോയിട്ട് വന്നേ. രോഗം ഉണ്ടായിരുന്നല്ലേ? തൈറോയിഡിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് പോയിട്ട് വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് ഡ്രസ്സ് മാറിക്കൊണ്ട് റൂമിനകത്ത് ഒരു ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കാൻ പുറകെ കൂടെ കയറിച്ചിരുന്നു. ഈ ഹരീഷ് എന്ന് പറഞ്ഞ ആളോ? ഇവിടെ വേറെ ആരും ഇല്ലായിരുന്നു, പിള്ളേരും പിന്നെ വേറെ ആരും ഇല്ലായിരുന്നു. ഈ ഹരീഷ് നിരന്തരം ശല്യമാണോ നിങ്ങളുമായിട്ട്? ശരി, ഇടയ്ക്കിടയ്ക്ക് അവളോട് പറയുന്നത്, പക്ഷെ അവളെന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, വിളിച്ചു വെച്ചായിരുന്നു. ഞാൻ എന്തായാലും വഴക്കുണ്ടാക്കും എന്നുള്ള പേടി കൊണ്ട് അവൾ പറയായിരുന്ന. നേരത്തെ ഒരു വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട്, നേരത്തെ ഒരു 4-5 വർഷത്തിന് മുമ്പ്. എന്നിട്ട് പിന്നെ ചേച്ചി ആക്രമിക്കുമായിരുന്നോ? എന്ത് ആയുധം വെച്ച് ആക്രമിച്ചോ? ആയുധമല്ല, ആദ്യം വടി വെച്ച് അടിച്ചു. ആദ്യമേ കയറി പിടിച്ച് അവിടെ നിസ്മയ ചെയ്തപ്പോഴത്തേക്ക് ഇവന്റെ കയ്യിൽ ഒരു ഇത്രയുള്ള ഒരു വടിവാൾ പോലെ, വടിവാളല്ല, എന്തോ ഒരു കത്തി ഉണ്ടായിരുന്നു, ഇത്രയുള്ള കത്തിയും പിന്നെ ഒരു കമ്പും ഉണ്ടായിരുന്നു. കമ്പ് വെച്ച് അടിച്ച് ഇവിടെ അടിച്ച് തെള്ളി കട്ടിലേ ഇട്ടു. കട്ടിലയിൽ ഇട്ടിട്ട് അന്നേരം വാള് ഇത് പുറയുന്ന എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെട്ടിയത്. കൈക്ക് വെട്ടിയോ? കൈക്കല്ല തലക്കാ വെട്ടിയത്. അവിടെ കൈ ഇങ്ങനെ വെച്ചോണ്ട് ഇവിടെ വെട്ടുകയുണ്ട്. കൈക്ക് വെട്ടുകൊണ്ട് അപ്പോഴത്തെ അവള് കിടന്ന് നിലവിളിച്ചപ്പോഴത്തേക്ക് എന്റെ കുഞ്ഞുമ്മയുടെ മോളൊക്കെ ഓടിക്കറി വന്നു. അങ്ങനെ ഇറങ്ങി ഓടി. എവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പുള്ളിക്കാരി? ഹോസ്പിറ്റലായിരുന്നു, അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു. ഇപ്പം ഡിസ്ചാർജ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ വീട്ടിലാണ്, പറന്ത വൈഫിന്റെ വീട്ടിൽ. ഇവിടെ ബുദ്ധിമുട്ടായത്. ഇയാള് പിന്നെ അന്ന് തന്നെ കേസ് കൊടുത്തു നിങ്ങൾ? അന്ന് തന്നെ കൊടുത്തായിരുന്നു. അന്ന് തന്നെ കൊടുത്തായിരുന്നു. ഇപ്പൊ അവൻ വിഷമടിച്ച കാര്യം അറിഞ്ഞായിരുന്നു? അറിഞ്ഞായിരുന്നു. രാവിലെ CA വിളിച്ച് പറഞ്ഞായിരുന്നു. പറഞ്ഞു, പിന്നെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഒളിവിലായിരുന്നു. ഇപ്പൊ ഞങ്ങളിങ്ങനെ തപ്പിക്കാന്നൊക്കെ ഫോൺ എടുക്കുന്നുണ്ട്. ഫോണും പലയിടത്തും പല കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുവരെ പിടിച്ചില്ലായിരുന്നു. ഇപ്പം ഇന്നലെ ഞാൻ സാറിനെ CA തന്നെ വിളിച്ചു. സാറ് നീ കാര്യം ചെയ്ത് നീ ഒരു 11 മണിയാകുമ്പോൾ സ്റ്റേഷനോട്ട് വരാൻ പറഞ്ഞു. അവനടിക്കുന്ന വീടൊക്കെ എവിടെ ഉള്ളതെന്നൊക്കെ അറിയത്തില്ല. അവർക്ക് അറിയത്തില്ല, ഇവനെ കണ്ടിട്ടില്ല, ഒരു ഫോട്ടോ ഇല്ലായിരുന്നു ഇതിന്റെ. പിന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അവർ നേരത്തെ എടുത്തൊരു ഫോട്ടോസ് എൻ്റെ കിട്ടി. അതുകൊണ്ട് ഞാൻ പിന്നെ സാറിൻ്റെ അടുത്ത് പോയത്. അവന്റെ ഈ പറയുന്ന ഇവന്റെ വീട്ടിലാരൊക്കെ ഉള്ളത്? ഇവന്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ല, ഇവൻ എൻ്റെ വല്യമ്മ സ്നേഹിച്ച് കിട്ടിയതാ. അതിപ്പം എന്തോ വേറെ പിരിഞ്ഞ് അവര് വേറെ കല്യാണം കഴിച്ചു. അവരിപ്പം വേറെ കുടുംബമായിട്ട് ഇരിക്കും. നിങ്ങൾ ബന്ധുക്കളല്ലേ? എൻ്റെ മാമന്റെ മോനാ. വെള്ളം അടിക്കുമ്പോഴാണോ കുഴപ്പം? വെള്ളം അടിക്കുമ്പോൾ ഇതുള്ള പ്രശ്നങ്ങളാണ് വീട്ടില്. കൂടുതലും വെളിയിലോട്ടല്ല, വെളിയിലോട്ട് നിങ്ങൾ പരിപാടി കാണിച്ചിട്ടില്ല. കൂടുതലും വീട്ടിലുള്ളവരെടുത്ത്. ഒന്നാൾക്ക് ഒരു ദിവസം എൻ്റെ അമ്മയെടുത്ത് എൻ്റെ ഇടാൻ തുടങ്ങി. നാളെ ഒരു വഴക്കുണ്ടാക്കുക. അപ്പൊ അന്നൊന്നും നിങ്ങൾ പരാതി കൊടുക്കും? ഞാൻ അറിഞ്ഞില്ല. അന്ന് ഈ സംഭവം എന്നോട് അമ്മ പറഞ്ഞില്ല. ഇപ്പൊ ഈ വിഷയം ഉണ്ടായപ്പോൾ അമ്മ എന്നോട് പറയാതെ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ പിന്നെ നീ ഇവിടെ നിന്ന് വഴക്കുണ്ടാക്കുമെന്ന് വെച്ചോണ്ട് ഞാനത് പറയായിരുന്നു. ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാ ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഇത് പിന്നെ ഇതിപ്പോ ഒത്തിരി ഓവറായിപ്പോയി. ഇത് എന്റെ ബെഡ്റൂമിനകത്ത് കയറി ചെയ്തതാ. പോലീസ് കേസ് എടുത്തിട്ടുണ്ടെന്നാണ്. പിന്നെ ഇന്നലെ രാത്രി സാറ് ഞങ്ങളുടെ പോയത്. അവന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ അവിടെ ഇല്ലായിരുന്നു. പിന്നെ അവന്റെ അമ്മ വീട്ടിൽ ചെന്നപ്പോ ഇവൻ അവിടെ കിടന്നുറങ്ങും. അവിടുന്ന് അതിനെ പിടിച്ചത്. പോലീസ് വിഷം അവന്റെ വിഷം ഉണ്ടായിരുന്നു കാണാമായിരിക്കും, അല്ലാതെ കൊണ്ടുപോയതായിരിക്കും. അവനറിയാം പിടിക്കുമെന്നറിയാം. അപ്പൊ അവൻ എനിക്കൊന്ന് തല്ലു കൊള്ളാതിരിക്കാൻ വേണ്ടി എന്തോ കാണിച്ചതാ, അല്ലാതെ അവൻ ചാവാനുള്ള ഉദ്ദേശിച്ച് ചെയ്തതൊന്നുമല്ല. തല്ലു കൊള്ളരുന്നുള്ളൊരു ഇതിന് വേണ്ടി ചെയ്തത്. എൻ്റെ ഒരു ഇതാണ് പറയുന്നത്. അവൻ നേരത്തെ അവന്റെ ഫസ്റ്റ് വൈഫിന്റെ ഇതുപോലെ വിഷയം ഉണ്ടായിരുന്നു. ബന്ധം കഴിഞ്ഞപ്പോൾ അവര് കുടുംബക്കോടതി കേസൊക്കെ കൊടുത്ത് മറ്റേ വനിതാ കമ്മീഷനൊക്കെ പരാതി കൊടുത്തായിരുന്നു എൻ്റെ പേര്. അന്ന് അങ്ങനെ ഒരു സംഭവം, അന്ന് ഇതുപോലെ പോലീസുകാർ പിടിക്കുന്ന സമയത്ത് ഇതുപോലെ പരിപാടി കാണിച്ചത്. നാശോ. യുവതിയുടെ ഭർത്താവിൻ്റെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യുവതിയുടെ വീട്ടുകാർ അന്ന് തന്നെ പരാതി ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും ഏനാത്ത് പോലീസ് സ്റ്റേഷൻ പ്രതിയെ അന്വേഷിക്കുകയും ചെയ്തു. അതിനുശേഷം പ്രതിയെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് ഏനാത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ
പ്രതിയുടെ BP കുറവെന്ന കാരണത്താൽ അദ്ദേഹത്തെ അടൂർ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം വൈദ്യപരിശോധന പൂർത്തിയാക്കി ഏനാത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വന്നപ്പോഴാണ് അദ്ദേഹത്തെ ദേഹാസ്വസ്ഥ ഉണ്ടാകുകയും അതിനുശേഷം വീണ്ടും അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വിഷം കഴിച്ചു എന്ന കാര്യം ഡോക്ടറോട് ആരായുകയും ചെയ്തു. ഇത് വാർത്ത 24 ഇപ്പോൾ പോലീസുമായിട്ടും മറ്റ് ആളുകളുമായി അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ ഒരു സാഹചര്യമാണ്. അതിനുശേഷം ഇപ്പോൾ പ്രതിയെ അടൂരിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെന്നാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി ഇതിൻ്റെ നിജസ്ഥിതി വെളിയിൽ കൊണ്ടുവന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റം ചെയ്യുന്ന ആളുകളെ നിയമപരമായി കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇദ്ദേഹം നിരന്തരമായി ആ യുവതിയെ ആക്രമിക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് യുവതിയുടെ ഭർത്താവ് വാർത്ത 24 പ്രതികരിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ ഏനാത്ത് പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്നും ആ യുവതിക്കും വീട്ടുകാർക്കും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഏനാത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും ക്യാമറമാൻ ശങ്കറിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.